ഗൈസ് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഈ ഒരു ഗ്രിഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 2 വീഡിയോയും കുറച്ച് ഫോട്ടോസും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡാവിഞ്ചിലേക്ക് വരാം. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് 2 വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. മീഡിയ പൂളിൽ വരാം, റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം, 2 വീഡിയോ സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് 2 ക്ലിപ്പും കൊണ്ടുവന്ന് ടൈം ലൈനകത്തോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ ഓഡിയോ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഈ ലിങ്ക് ക്ലിപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അത് 2 അൺലിങ്ക് ആവുന്നതായിരിക്കും. എന്നിട്ട് ഓഡിയോ സെലക്ട് ചെയ്യാം, എന്നിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക, എന്നിട്ട് ആ ഓഡിയോ അങ്ങ് പോകുന്നതായിരിക്കും. ശേഷം പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് 2 ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് മാർക്കേഴ്സ് ആഡ് ചെയ്യണം. പിന്നീട് ഒത്തിരി ഉപയോഗം വരാൻ പോകുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, പ്ലേ ഹെഡ് കൊണ്ടുവന്ന് സെൻറ്ററിൽ വെച്ചു, കീബോർഡിലെ M പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം മാർക്കർ ആഡ് ആവുന്നതായിരിക്കും. എന്നിട്ട് പ്ലേ ഹെഡ് 1 സെക്കൻഡ് പുറകോട്ട് നമുക്ക് നീക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിലെ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുക, എന്നിട്ട് 1 സെക്കൻഡ് പ്ലേ ഹെഡ് പുറകോട്ട് നീങ്ങുന്നതായിരിക്കും. എന്നിട്ട് ഒരു മാർക്കർ ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം ഒന്നും കൂടി നോക്കാം, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ആരോ പ്ലേ ഹെഡ് 1 സെക്കൻഡ് പുറകോട്ട് നീങ്ങി, എന്നിട്ട് ഒരു മാർക്കർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മുന്നോട്ടും ഒരു മാർക്കർ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യത്തെ മാർക്കറിൻ്റെ ലെവലിന് 2ാമത്തെ ക്ലിപ്പ് കൊണ്ടുവന്ന് ഇടുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇവിടെ സ്നാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ലെവലിൽ വന്ന് വീഴുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്നിട്ട് എന്ത് ചെയ്യണം, 2 ക്ലിപ്പും സെലക്ട് ചെയ്യാം, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം. ശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂഷൻ പേജിനകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് പോയാൽ കാണാൻ പറ്റും, കണ്ടില്ല, ഇവിടെ എല്ലാം ബ്ലാക്ക് ആണ് കാണുന്നത്, ഒന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ എന്തോ ചെയ്യാൻ പറ്റും, ഇത്രയുള്ള കാര്യം. ഇവിടെ മെർജ് വേണമെന്നും പറഞ്ഞ് കിടക്കുന്നില്ലേ, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് ഇവിടെ മൾട്ടി മെർജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നോഡുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഈ കണക്ഷൻ എല്ലാം അങ്ങ് എടുത്ത് കളയാം. ഓക്കെ, എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ആൽഫ വന്നിട്ട് 0 ആക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ട എവിടെയാണ്, ഇൻസ്പെക്ടർ പാനലിനകത്ത് വന്നിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഈ മൾട്ടിമെർജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ടിനകത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത്രയുള്ള കാര്യം, ഈ മീഡിയ ഇന്നും മീഡിയ 2 ഈ 2 വീഡിയോ വരുന്നുണ്ടല്ലോ, ആ വീഡിയോ വന്നിട്ട് മൾട്ടിമെർജിനകത്തോട്ട് കണക്ട് ചെയ്താൽ ഇതുപോലെ. ഓക്കെ, എന്നിട്ട് മൾട്ടിമെർജിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് മീഡിയ ഔട്ട് 1നകത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതാ ഇപ്പോൾ നേരത്തെ കണ്ട പോലെയുള്ള പ്രശ്നം നമ്മൾ നേരിടുന്നില്ല അല്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ട്രാൻസ്ഫോം നോഡ് ആഡ് ചെയ്യണം. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ട്രാൻസ്ഫോം നോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ഇവിടോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ചിത്രങ്ങളൂടി ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മീഡിയ പൂളിനകത്ത് വരാം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓഡിയോയാണ്, അത് വേണ്ട, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിലെ ഓരോ ചിത്രങ്ങളായിട്ട് നമുക്ക് ഇങ്ങോട്ട് ലോഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ചിത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇനി ചിത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ചിത്രങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ചിത്രങ്ങൾ പലതും പല റെസൊല്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പ്രൊജക്റ്റ് സൈസ് തന്നെ വരണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, വളരെ വളരെ സിമ്പിളാണ്. ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് സെർച്ച് ചെയ്യുക ക്രോപ്പ്, ഇതാണ് ക്രോപ്പ്. അപ്പോൾ എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ക്രോപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ മൾട്ടിമെർജിനകത്തോട്ട് ഇടാം, അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ ഔട്ട് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ക്രോപ്പ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് മൾട്ടിമെർജിനകത്തോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സെൻറ്ററിലെ ഗ്രിഡാണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഗ്രിഡിനകത്ത് നമുക്ക് ഏകദേശം 5ഓളം ഇതാണ് വരുന്നത് കേട്ടോ. 5ഓളം ചിത്രങ്ങളാണ് വേണ്ടി വരുന്നത്. അതായത് 2 വീഡിയോ വരുന്നുണ്ട്, പിന്നെ 3 ഫോട്ടോസും വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ഇപ്പോൾ എത്ര ആയി, നമ്മൾ ഇപ്പോൾ 4 എണ്ണം അല്ല 3 എണ്ണം ആയല്ലേ. ഇനിയിപ്പോൾ 2 ചിത്രങ്ങൾ കൂടി വേണം. ഇപ്പോൾ മീഡിയ പൂളിനകത്ത് വരാം, ഒരു ചിത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം, അടുത്ത ചിത്രം കൂടി കൊണ്ടുവന്നിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്രോപ്പ് കോപ്പി ചെയ്തിട്ട് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യാം. 2 പേസ്റ്റ് എടുക്കാം. ഓക്കെ, ഇതെടുത്ത് കളയാം, കണക്ഷൻ വേണ്ട. ഓക്കെ, എന്നിട്ട് ക്രോപ്പിനകത്തോട്ട് ഇതിൻ്റെ എല്ലാം ഇത് കൊടുക്കാം. എന്നിട്ട് ഈ ക്രോപ്പിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് മൾട്ടിമെർജിനകത്തോട്ട് ഇടുക. അടുത്തതിൻ്റെയും കൊണ്ടുവന്ന് മൾട്ടിമെർജിനകത്തോട്ട് ഇടാം. ഓക്കെ, ശേഷം മൾട്ടിമെർജ് സെലക്ട് ചെയ്യാം, ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം. ഇവിടെ നമുക്ക് ആദ്യമേ ഇതൊക്കെ ഈ ലെയറുകളെല്ലാം ഒന്ന് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, മീഡിയ പൂൾ ക്ലോസ് ചെയ്യാം. വ്യൂവർ നമുക്ക് ഒന്നാക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബാക്കി ലെയറുകളെല്ലാം ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. അപ്പം ഞാനത് ക്ലിക്ക് ചെയ്തു, ബാക്കി ലെയറുകൾ കാണുന്നില്ല, കണ്ടില്ലേ.
അപ്പം ഇതിൽ നമുക്ക് ഒരു ലെയർ ഓൺ ആക്കാം, ഒരു ഇമേജ് ലെയറിൽ ഓൺ ആക്കാം, എന്നിട്ട് നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് താഴോട്ട് മൂവ് ചെയ്യാം, ഇതുപോലെ. ഓക്കെ, താഴെ കൊണ്ടുവന്ന് വെക്കാം. നമ്മൾ ഒന്ന് സൂമിൻ ചെയ്യാം, എന്നിട്ട് ഒന്ന് കണക്ഷൻ കറക്റ്റായിട്ട് വെക്കാം. ഓക്കെ, ഈ എഡ്ജിലൊക്കെ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ഒരു ഭാഗം നമുക്ക് ആ ചെക്കർ ബോർഡ് കാണാൻ പാടില്ല കേട്ടോ, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ ഇപ്പുറത്ത് മൾട്ടിമർജ് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഒരു ട്രാൻസ്ഫോം എടുത്തിട്ടുള്ളൂ, അതൊന്നുകൂടി ഒന്ന് നമുക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാവുന്നതായിരിക്കും. നമുക്കിതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് പിന്നീട് റീസെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂമിൻ ചെയ്യാം. ഓക്കെ, മൾട്ടിമർജിനകത്ത് വരാം. അപ്പോൾ ഇതിൽ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അവസാനം വരുന്ന ക്ലിപ്പ്, ഇതാണ് അവസാനം വരുന്ന ക്ലിപ്പ്. ഇത് നമുക്ക് താഴെ കൊണ്ടുവന്നിടാം. ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ താഴെ. അപ്പം എന്ത് ചെയ്യണം, ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ, നോക്കാം അത് തന്നെ ആണോ എന്നുള്ളത്. ഓക്കെ, ആണ്. ശേഷം ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ മൂവ് ചെയ്ത ക്ലിപ്പ് മാറിപ്പോയി. മീഡിയ ഇൻ 2 ആണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു ക്ലിപ്പ് വരുന്നത് കേട്ടോ. എന്നിട്ട് അത് സെലക്ട് ചെയ്യാം, എന്നിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്കതാണ്ട് ഇതിൻ്റെ എഡ്ജിൽ കൊണ്ടുവന്നിടാം. ഓക്കെ, ഒന്ന് സൂമിൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഏകദേശം ആയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മാറി ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലൈൻ അങ്ങ് മാറും, അപ്പോൾ നമുക്ക് ആ എഡ്ജൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ലെയറുകളും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇവിടെ കറക്റ്റായി. ഓക്കെ, ഞാൻ ഈ ട്രാൻസ്ഫോമിനകത്ത് വന്നിട്ട് ഇത് റീസെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. സെറ്റ് ടു ഡിഫോൾട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സൈസ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കാണാം. എന്നിട്ട് നമുക്ക് സൂം ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് വന്നു, വേറൊരു ക്ലിപ്പ്. ആദ്യം തുടങ്ങുന്ന ക്ലിപ്പ് ഇവിടെയാണ്, സെൻറ്ററിലാണ് നമുക്ക് വരേണ്ടത്, എങ്കിലേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ മൾട്ടിമർജ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് മുകളിലോട്ട് കയറ്റാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, മുകളിലോട്ട് കയറ്റാം. ഒന്ന് സൂം ഇൻ ചെയ്യാം. നമുക്കൊന്ന് മാറി ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഈ ബാക്കിലെ ചെക്കർ ബോർഡ് കാണാത്ത രീതിയിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എനിക്കൊന്ന് അത്രയും മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ശേഷം നമുക്ക് ഇനി നമുക്ക് ഒരു ഇമേജ് കൂടി മാറ്റാനുണ്ടല്ലേ, ഈ ഒരു ഇമേജ് കൂടിയാണ് മാറ്റേണ്ടത്. അത് കൊണ്ടുവന്ന് താഴത്തെ ക്ലിപ്പിൻ്റെ താഴെ കൊണ്ടുവിടുക. ഓക്കെ, രണ്ടാമത് വരുന്ന ക്ലിപ്പിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ കണ്ടില്ലേ, ആദ്യത്തെ ക്ലിപ്പും കാണാം, രണ്ടാമത്തെ ക്ലിപ്പും കാണാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെൻറ്ററിലെ ഗ്രിഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു അവസാനത്തെ ട്രാൻസ്ഫോമിൽ വരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും മതി കേട്ടോ. ലേറ്ററായിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ഇത്രയും സ്കെയിൽ ചെയ്താൽ മതി, ഏകദേശം ഇത്രയും മതി. എന്നിട്ട് ഇത് താഴോട്ട് മേളിലോട്ട് മൂവ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അത് സൂമിൻ ചെയ്യാനാണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ആനിമേഷൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ അവസാന ട്രാൻസ്ഫോം എന്നുള്ളത് കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഈ ട്രാൻസ്ഫോം ഉണ്ടല്ലോ, ഈ മൊത്തത്തിൽ ഈ ഗ്രിഡ് മാറണം. പക്ഷേ അത് ഗ്രിഡ് മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് ഈ ട്രാൻസ്ഫോം ഉണ്ടായപ്പോൾ നമുക്ക് വേറൊരു ട്രാൻസ്ഫോം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ ആദ്യമേ ഇതെല്ലാം സെറ്റാണ്, കറക്റ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ട്രാൻസ്ഫോം ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്ററിലാണ് വരുന്നത്. ഞാൻ 0.5 ആക്കാം. ശേഷം ഈ സെൻറ്ററിലാണ് വരേണ്ടത്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും മതി ഗ്രിഡ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് റീസെറ്റ് ചെയ്യാം. സെറ്റ് ടു ഡിഫോൾട്ട് കൊടുക്കാം, സൈസ് കുറച്ച് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നീട് ബാക്കിയുള്ള ഗ്രിഡുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മളത് സെറ്റ് ചെയ്തേക്കാണല്ലേ. ഇനി നമുക്ക് ഈ ഇത്രയും സെലക്ട് ചെയ്തിട്ട്, അതായത് ഈ മൾട്ടിമർജ് വരെ ഉള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഒരു ട്രാൻസ്ഫോം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കൊടുക്കണം. ഈ ഒരു ക്ലിക്ക് കൊടുത്ത് ട്രാൻസ്ഫോം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോം വെച്ചായിരിക്കും നമ്മൾ ഗ്രിഡ് മൂവ്മെൻറ്റ് നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ. ഓക്കെ, ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യം, ഈ ട്രാൻസ്ഫോം ഇത്രയും സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ല വേണ്ട, അത്രയും സെലക്ട് ചെയ്യണം, ട്രാൻസ്ഫോമിന് മുമ്പായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് കീബോർഡിലെ Ctrl+G പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഗ്രൂപ്പ് ആവുന്നതായിരിക്കും, കണ്ടില്ലേ. അപ്പോൾ അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തു, കണ്ടില്ലേ. ഈ ഗ്രൂപ്പ് കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ മതി, അതായത് 2 ക്ലിക്ക് അടുപ്പിച്ച് കൊടുത്താൽ മതി. ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാൻ കണ്ടില്ല, അപ്പോൾ ഗ്രൂപ്പായിട്ട് കാണും, കണ്ടില്ലേ. ഇപ്പോൾ ഇത്രയും വളരെ 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 സിമ്പിളായിരിക്കും. ഇനി നമുക്ക് ഇടത്ത് സൈഡിലുള്ളതും വലത്ത് സൈഡിലുള്ളതുമായ ഗ്രിഡുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. മീഡിയ പൂളിനകത്ത് വരാം. നമുക്ക് 5 ചിത്രങ്ങൾ എടുക്കാം. 1 2 3 4 5. ഓക്കെ, 5 ചിത്രങ്ങൾ എടുത്തു.
എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടിടാം. ഓക്കെ, അപ്പോൾ ഈ ഓൾറെഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ മെർജൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മെർജിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തലവേദനയാണത്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങോട്ട് വരാം, ഇതിങ്ങോട്ട് ഈ ഗ്രൂപ്പ് താഴെ സെൻറ്റർ ഗ്രിഡ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് റിനെയിം കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് വേണമെങ്കിൽ സെൻറ്റർ ഗ്രിഡ് എന്ന് കൊടുക്കുക, F2. അതായത് ഗ്രൂപ്പെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ F2 പ്രസ് ചെയ്യുകയാണെങ്കിൽ റിനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സെൻറ്റർ ഗ്രിഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പുതിയ ഗ്രിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു മൾട്ടി മെർജ് ആഡ് ചെയ്യുക ഇങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഞാൻ ഇതൊന്ന് മീഡിയ പൂളും ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് സൂമിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു നോഡ് ഭാഗം ഈ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ പ്ലസ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ സൂം ആവുന്നതായിരിക്കും, സൂമിനാവും സൂമാവും. ഓക്കെ, പ്ലസും മൈനസും വെച്ച് നമുക്ക് സൂമിനും സൂം ഔട്ടും ഒക്കെ ആക്കാവുന്നതുള്ളൂ. അപ്പം ഇനി എന്ത് ചെയ്യണം, ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യുക, എന്നിട്ട് ക്രോപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് ഈ ക്രോപ്പിനകത്തോട്ട് ഇതിൻ്റെ ഇന്നും കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് മൾട്ടി മെർജിനകത്തോട്ട് കൊടുക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മൾട്ടി മെർജിനകത്ത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൽഫ 0 ആക്കാം. എന്നിട്ട് അത് നമുക്ക് മൾട്ടി മെർജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി അതിൻ്റെ ക്രോപ്പ് മൾട്ടി മെർജിനകത്തോട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അടുത്ത ഷിഫ്റ്റ് സ്പേസ് ആഡ് ചെയ്യാം, ക്രോപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്രോപ്പിനകത്തോട്ട് കൊടുക്കാം. എന്നിട്ട് അത് മൾട്ടി മെർജിനകത്തോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്രോപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തത് ആഡ് ചെയ്യാം, ക്രോപ്പ് ആഡ് ചെയ്യാം, കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് മൾട്ടി മെർജിനകത്തോട്ട് കൊടുക്കാം. ഓക്കെ, ഷിഫ്റ്റ് കൊടുക്കുക, ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് ചെയ്യുക, അടുത്ത ക്രോപ്പ് ആഡ് ചെയ്തു, കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഗ്രിഡും കണക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു മൾട്ടി മെർജ് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ട്രാൻസ്ഫോമിൻ്റെ കൊണ്ടുവന്നിട്ട് ഈ മൾട്ടി മെർജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഈ ഒരു മൾട്ടി മെർജിൻ്റെ ഗ്രിഡ് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട് വന്നിട്ട് ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, ആ ഒരു ഗ്രിഡിൻ്റെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമിനകത്തോട്ട് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ മൾട്ടി മെർജിനകത്ത് വരാം. ഓക്കെ, മൾട്ടി മെർജിനകത്ത് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്ഫോം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് കൊടുക്കാം, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. മൾട്ടി മെർജിനകത്തോട്ട് വരിക. ഇതിൽ എക്സ് എന്നും പറഞ്ഞ എക്സും വൈ ഉണ്ടല്ലോ, അതിൽ ഓരോ ലെയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റിലെ ഗ്രിഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതുപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത് സെലക്ട് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രിഡ് ശരിയായെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സൂമിൻ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ വളരെ റാൻഡമായിട്ട് എടുത്ത് ഇമേജ് ഇടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതാണ്. മാത്രമല്ല എനിക്കറിയാം ഈ വീഡിയോ വളരെ 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 ലോങ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇത് നമുക്ക് കൊണ്ടുവന്നിട്ട് താഴത്തെ എഡ്ജിലോട്ടിടാം. ഓക്കെ, അപ്പോൾ ആ ഒരു എഡ്ജ് കാണുന്നില്ലല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ അവസാനത്തെ ട്രാൻസ്ഫോം ഉണ്ട്, ഞാൻ വരട്ടെ, ഇതിലേക്ക് ഔട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പുള്ള ട്രാൻസ്ഫോം ഉണ്ട്, അത് ഉപയോഗിച്ച് മാത്രം സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ മൾട്ടി മെർജ് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം, കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടല്ലേ, ഫിറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലെഫ്റ്റ് ഗ്രിഡും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് താഴോട്ട് വരികയാണ്, സൂമിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതും ഗ്രൂപ്പ് ചെയ്തിടാം അങ്ങോട്ട്. Ctrl+G, അതായത് ഇത്രയും സെലക്ട് ചെയ്യാം, Ctrl+G പ്രസ് ചെയ്യാം. അപ്പം ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് കീബോർഡിലെ സെലക്ട് ചെയ്ത് കീബോർഡിൽ F2 പ്രസ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ഗ്രിഡ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റ് ഗ്രിഡ്. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് ഗ്രിഡും ക്രിയേറ്റ് ചെയ്തല്ലേ. ഇനി നമുക്ക് വലത്തെ ഗ്രിഡ്, അതായത് വലത്ത് സൈഡിൽ വരുന്ന ഒരു ഗ്രിഡ് കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും, 4-5 ചിത്രങ്ങൾ ലോഡ് ചെയ്യണം അതിന്. അപ്പം മീഡിയ പൂളിനകത്ത് വരിക, മുകളിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് 1, 2, 3, 4, 5 ചിത്രങ്ങൾ നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ മെർജ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്ത് തേങ്ങയ്ക്കാണ്, ഒന്നും വേണ്ട. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ മൾട്ടി മെർജ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ക്രോപ്പൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം അല്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം.
എന്നിട്ട് അത് മൾട്ടി മെർജിൻ്റെ ഇൻപുട്ടിനകത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ആൽഫ 0 ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്രോപ്പ് ആഡ് ചെയ്യാം. ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് കൊടുക്കാം, ക്രോപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് വന്നിട്ട് ക്രോപ്പിനകത്ത് കൊടുക്കാം. എന്നിട്ട് ക്രോപ്പ് വന്നിട്ട് മൾട്ടി മെർജിനകത്തോട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറേ ക്രോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ കണക്റ്റ് ചെയ്തു. അടുത്ത ക്രോപ്പ് കൊണ്ടുവന്ന് വെക്കുന്നു, കണക്റ്റ് ചെയ്യുന്നു, ഇടുന്നു. അടുത്ത ക്രോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കണക്റ്റ് ചെയ്യുന്നു, ഇതാ ഇടുന്നു. എന്നിട്ട് അടുത്ത ക്രോപ്പ് ഉണ്ടാക്കാം, കണക്റ്റ് ചെയ്യുന്നു, ഇടുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ 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 സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ മൾട്ടിമെർജ് താഴോട്ട് ഒന്ന് നീക്കി വെക്കാം, മറ്റേ നേരത്തെ കിടക്കുന്നതിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചിലപ്പം കണ്ടിട്ട് ചിലപ്പോൾ എന്തെന്ന് ഒരു വല്ലാത്ത പ്രശ്നം തോന്നിയേക്കാം. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പേടിക്കണ്ട. ഇപ്പോൾ ഈ മൾട്ടിമെർജ് 4, അതായത് അവസാനമായ സെലക്ട് ചെയ്ത ഗ്രിഡ്, അവസാനം ക്രിയേറ്റ് ചെയ്ത ഗ്രിഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇമേജുകളെല്ലാം വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മൾട്ടിമെർജ് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസാനത്തെ മൾട്ടിമെർജിനകത്തോട്ട് തന്നെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിമെർജ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ മൂവ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമുക്ക് വൽ സൈഡിലും ഗ്രിഡ് ഓരോ ലെയർ മൂവ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് മാറി ക്ലിക്ക് ചെയ്യാം. അന്നേരം നമുക്ക് കുറച്ചുകൂടി ആ ഒരു ചെക്കർ ബോർഡ് ഒരിക്കലും കാണാൻ പാടില്ല. ഓക്കെ, അപ്പം ഓർക്കുക, ഈ വാല്യൂസൊക്കെ നമുക്ക് പിന്നീടാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ മീഡിയ പൂൾ ക്ലോസ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഗ്രിഡും റെഡി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഗ്രിഡ്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗ്രിഡ് ലെവൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ 2 ഗ്രിഡ് എടുത്ത്, അതായത് ഈ അവസാനം ഉണ്ടാക്കിയ ഗ്രിഡ് എടുക്കുക, കീബോർഡിലെ Ctrl+G പ്രസ് ചെയ്യുക, അപ്പോൾ അത് ഗ്രൂപ്പ് ആവും. എന്നിട്ട് F2, കീബോർഡിലെ F2 പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പേരെടുക്കാം റൈറ്റ് ഗ്രിഡ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ഗ്രിഡും കൂടി ഒരു മെർജിനകത്തോട്ട് ഇടേണ്ടി വരും. അതായത് ഒരു മൾട്ടി മെർജിനകത്തോട്ട് വല്ലതും നമുക്ക് കയറ്റിയിടാം. ഓക്കെ, അല്ലെങ്കിൽ മെർജിനകത്തോട്ട് ഇട്ടാലും മതി. ഓക്കെ, ഇതിന് നമുക്ക് മെർജ് ടൂൾ മതി. ഇതുപോലെ ഇടാം. എന്നിട്ട് ഇതിൻ്റെ കണക്ഷനൊക്കെ എടുത്ത് കളയുക. എന്നിട്ട് ഈ മെർജിനകത്തോട്ട് കയറ്റിയിടാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇടാം, പിന്നെ ഒരെണ്ണം ഫോർഗ്രൗണ്ട് ഇടാം. ഓക്കെ, എനിക്കൊന്ന് ആ മെർജ് തന്നെ മതിയെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഈ മെർജ് കൊണ്ടുവന്ന് ഈ മൾട്ടി മെർജിനകത്തോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫോമിൻ്റെ ഔട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് നീക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്ഫോം നോഡ് നമുക്ക് ആഡ് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ട്രാൻസ്ഫോം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇനി അപ്പോൾ ഇവിടെ ആനിമേഷൻ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോം ഏതൊക്കെ ആയിരിക്കും? ഈ ട്രാൻസ്ഫോമും ഈ ഒരു സെൻറ്ററിൻ്റെ ഈ ട്രാൻസ്ഫോമും ഇത്രയായിരിക്കും നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റും? ഇനി എല്ലാം നമുക്ക് അങ്ങോട്ട് റീസെറ്റ് ചെയ്യാം. ഈ ട്രാൻസ്ഫോം ഒന്നെങ്കിൽ റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ എന്നിട്ട് പുതിയൊരു ട്രാൻസ്ഫോം നമുക്ക് അവസാനം കൊണ്ടുവന്നിടാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് സ്കെയിൽ ചെയ്ത് നോക്കാം എന്താണ് പറ്റുന്നത് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫോമിൻ്റെ ഔട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗുണമായിരിക്കും. കണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം റീസെറ്റ് ചെയ്യാൻ പോകണം. സെറ്റ് ടു ഡിഫോൾട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്ഫോം വെച്ചായിരിക്കും നമ്മൾ ഈ ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഈ ട്രാൻസ്ഫോം ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് എഡിറ്റ് പേജിലേക്ക് വരാം. എന്നിട്ട് നമ്മുടെ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും. ഒരു ഇമേജ് കാണാത്തല്ലേ? അത് പേടിക്കണ്ട, കാരണം അത് താഴെയാണ് ഇരിക്കുന്നത്. അത് മേലോട്ട് വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ തന്നെ ഒരു കൺഫ്യൂഷൻ അടിച്ചു പോയി. അപ്പോൾ ഈ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് രണ്ടാമത്തെ മാർക്കറിൽ കൊണ്ടുവെക്കാം. ഓക്കെ, അതിൻ്റെ മുമ്പത്തെ മാർക്കറിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഫ്യൂഷൻ പേജിനകത്ത് വരാം. എന്നിട്ട് ട്രാൻസ്ഫോമിലേക്ക് വരാം. എന്നിട്ട് ഇവിടെ സൈസിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, ഈ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക, അവസാനത്തെ ഈ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് സൈസിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ പ്ലേ ഹെഡിൽ വരിക. പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ മാർക്കറിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് തിരിച്ച് ഫ്യൂഷൻ പേജിനകത്ത് വരിക. എന്നിട്ട് ഈ സൈസ് വന്നിട്ട് കുറയ്ക്കാം. ഇപ്പം ഞാൻ നോക്കിയോണ്ടേ കുറേ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി 0.5 ആണ് 1080
ഈ വീഡിയോയ്ക്കാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. കണ്ടില്ല, അന്നേരം നമുക്ക് ഇതുപോലൊരു ഗ്രിഡായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചൊന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം നിൽക്കണം. ഓക്കെ, ഈ ഒരു സൈസ് നമുക്ക് കുറച്ച് നേരം നിൽക്കണം. ഇവിടെ വരെ നമുക്ക് സൈസ് നിൽക്കണം. അപ്പോൾ എന്താണ് മൂന്നാമത്തെ മാർക്കറിൽ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കാം. എന്നിട്ട് നമുക്ക് കീ ഫ്രെയിം ഒന്നുകൂടി കൊടുക്കാം. എന്നിട്ട് തിരിച്ച് വരാം. എന്നിട്ട് അവസാനത്തെ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് അവസാനത്തെ മാർക്കറിൽ വെക്കുക. എന്നിട്ട് ഫ്യൂഷൻ പേജിനകത്ത് വരിക. എന്നിട്ട് ഈ ട്രാൻസ്ഫോമിനകത്ത് വന്നിട്ട് സൈസ് 1 ആക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഇത് ചെയ്ത് നിൽക്കുന്നു. സൂം ഔട്ട് ആകുന്നു, കുറേ ഗ്രിഡ് കാണിക്കുന്നു, പിന്നെ വരികയാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മുടെ ശരിക്കുള്ള കളികൾ തുടങ്ങാൻ പോകുന്നത്. ഇനി ഫ്യൂഷൻ പേജിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മാർക്കറിൽ കൊണ്ടുവന്ന് വെക്കാം. എന്നിട്ട് ഫ്യൂഷൻ പേജിലേക്ക് വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഗ്രിഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗ്രിഡ് നമുക്ക് സെൻറ്റർ ഗ്രിഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സെൻറ്റർ ഗ്രിഡിൻ്റെ ട്രാൻസ്ഫോം എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത്രയുള്ള കാര്യം, ഇവിടെ നമുക്ക് ഈ സെൻറ്ററിൻ്റെ അകത്ത് ഈ സെൻറ്റർ എക്സ് വൈ ഉണ്ടല്ലോ, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ മാർക്കറിൽ കൊണ്ടുവെക്കാം. ഓക്കെ, എന്നിട്ട് ഇത്രയുള്ള കാര്യം, സൈസിന് കീ ഫ്രെയിം വേണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഒരു തെറ്റുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പം ഫ്യൂഷനകത്ത് ഇതാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നല്ലേ, തിരിച്ച് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്കും എന്തായിരിക്കും, ഈ അവസാനത്തെ ട്രാൻസ്ഫോമിലേക്കായിരിക്കും സെലക്ഷൻ പോകുന്നത്. അപ്പോൾ അത് വലിയ അബദ്ധം പറ്റാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയേനെ. ഇപ്പോൾ ഞാൻ ഇത് അൺഡു ചെയ്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഈ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ മാർക്കറിൽ കൊണ്ടുവച്ചിട്ട് ഈ ട്രാൻസ്ഫോമിനകത്ത്, അതായത് ട്രാൻസ്ഫോം ഇത് സെലക്ട് ചെയ്യാൻ കണ്ടില്ലേ, നമുക്കൊരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മൂവ് ചെയ്യുക. അതാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2.5 ആണെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വന്ന് ചിത്രം ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടില്ലേ, വളരെ സിമ്പിളാക്കി ആ ഒരു ആനിമേഷൻ നമ്മൾ ചെയ്തേക്കുകയാണ്. കണ്ടില്ലേ, എന്നിട്ട് പ്ലേ നോക്കുക, ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നോക്കുക. കണ്ടില്ലേ. ഓക്കെ, നമ്മൾ ആ ഒരു സിമ്പിളായിട്ട് കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഒക്കെ ഗ്രാഫിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എന്നിട്ട് വേറെ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ ട്രാൻസ്ഫോം എടുക്കുക. എന്നിട്ട് സ്പ്ലൈനകത്ത് വരിക. ഓക്കെ, എന്നിട്ട് ആ ട്രാൻസ്ഫോം, അപ്പം അവസാനത്തെ ട്രാൻസ്ഫോം 1 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ സ്പ്ലൈനകത്ത് വരിക. എന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോം 1ൻ്റെ സൈസ് എടുക്കുക. എന്നിട്ട് ഈ ഒരു സൂം ടു ഫിറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കീ ഫ്രെയിംസിൻ്റെ ആ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഒരു എസ് കർവാണ് നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു എസ് കർവ് ആക്കുകയാണ്. എനിക്കൊന്ന് എസ് കർവായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പല ഗ്രാഫുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഏതായിരിക്കും ബെസ്റ്റ് എന്ന് നോക്കാം. ഒക്കെ കണ്ടില്ലേ, നമ്മുടെ മാർക്കറാണ് ഇവിടെയും കാണാൻ പറ്റും. കണ്ടില്ല, അത് നമുക്കൊരു വലിയ ഉപയോഗമുള്ള കാര്യമല്ലേ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു നൈസായിട്ടുള്ളൊരു ആനിമേഷൻ, ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ സ്പ്ലൈൻ അങ്ങോട്ട് കളയാണ്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ ട്രാൻസ്ഫോമിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് കീ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോം എടുക്കാം. ഓക്കെ, അപ്പോൾ സ്പ്ലൈനകത്ത് വരിക. അപ്പോൾ ആ ട്രാൻസ്ഫോം 2 എന്നാണ് അത് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് എല്ലാം വന്നിട്ട് സൂം ടു ഫിറ്റ് എടുക്കുക. ഇതാണ് കീ ഫ്രെയിംസ്. ഇത് നമുക്ക് ഒരു എസ് ആകൃതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ എസ് ആകൃതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് പ്ലേ നോക്കാം. കണ്ടല്ലേ, വളരെ നൈസായിട്ടുള്ളൊരു ആനിമേഷൻ വന്നിട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം. ഫ്യൂഷൻ പേജിനകത്ത് വരാം, സ്പ്ലൈനകത്ത് വരാം. ഓക്കെ, ഇനി നമുക്ക് ആനിമേഷൻ ചെയ്യേണ്ടത് അടുത്ത അതായത് രണ്ടാമത്തെ മാർക്കറിൽ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കുക. എന്നിട്ട് ഈ ട്രാൻസ്ഫോം 3 ഉണ്ടല്ലോ അവസാനം, അതായത് ഈ രണ്ടിൻ്റെയും ട്രാൻസ്ഫോം ചെയ്യുന്ന ഇതാണ് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത് ഇനി. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുകയാണ് കേട്ടോ. ഏകദേശം സെൻറ്ററിൽ വെക്കാം നമുക്ക്. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ ഇത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഇമേജസ് താഴോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററിൽ, ഈ ഒരു ഇമേജിൻ്റെ സെൻറ്റർ ഇതിൻ്റെ എഡ്ജ് വരുന്ന രീതിയിൽ നമുക്ക് വെക്കാം. എന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കാം. എന്നിട്ട് തിരിച്ച് എഡിറ്റ് പേജിനകത്ത് വരാം. അടുത്ത
മാർക്കറിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ പ്ലേ ഹെഡ് വെക്കാം. എന്നിട്ട് തിരിച്ച് ഫ്യൂഷൻ പേജ് വരാം. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഈ അവസാന ട്രാൻസ്ഫോമിലേക്ക് അങ്ങ് സെലക്ഷൻ പോവാണ്. അതെടുത്ത് മാറ്റുക. ട്രാൻസ്ഫോം 3 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് ഈ സെൻറ്റർ വൈ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് താഴോട്ടാണ് മൂവ് ചെയ്തത്. മറ്റേത് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം ഈ ഗ്രിഡ് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഈ 2 ഗ്രിഡും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏകദേശം സെൻറ്റർ അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ -0 ആണ് ഏറ്റവും കറക്റ്റ് വാല്യൂ. അല്ല -0 അല്ല, 0 ആണ് കറക്റ്റ് വാല്യൂ. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം. ഇതാ കണ്ടല്ലേ, വളരെ വളരെ നൈസായിട്ടുള്ള ആനിമേഷൻ വന്നില്ലേ. ഇനി നമുക്ക് ഫ്യൂഷൻ പേജിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെയും കൂടി നമുക്ക് എന്താണ് കീ ഫ്രെയിംസിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. സ്പ്ലൈൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് അത് എന്താണ് ട്രാൻസ്ഫോം 2 എന്നാണ് സ്പ്ലൈനകത്ത് അറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, അതിൻ്റെ പേര് നമുക്ക് വെച്ച് നോക്കുക. ഓക്കെ, അതിൻ്റെ പേര് എന്താണ്? ട്രാൻസ്ഫോം 2 എന്നാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സ്പ്ലൈൻ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ ഓരോ ട്രാൻസ്ഫോമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കുക. ഇപ്പോൾ ഈ ട്രാൻസ്ഫോം 2 എന്നും പറഞ്ഞ് അറിയപ്പെടുന്നു. അത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ F2 പ്രസ് ചെയ്യാം. എന്നിട്ട് കൊടുക്കാം എന്താണ് സെൻറ്റർ ഗ്രിഡ് ട്രാൻസ്ഫോം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തത് എടുത്തിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലൈനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് വരാം. സെൻറ്റർ ട്രാൻസ്ഫോമിൻ എന്താണ് സെൻറ്റർ അല്ല, എന്താണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നും പറയുന്നത് ട്രാൻസ്ഫോമിൻ്റെ ഡിസ്പ്ലേസിനകത്ത് വരാം. സൂം ടു ഫിറ്റ് എടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കീ ഫ്രെയിംസ്. നമുക്ക് നേരത്തെ നടത്തിയ പോലുള്ള എസ് കർവ്. ഓക്കെ, ഒരു പുതിയ കീ ഫ്രെയിം അറിയാതെ ആഡ് ചെയ്തല്ലേ, കീബോർഡിലെ Ctrl+Z പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് പോകുന്നതായിരിക്കും. എന്നിട്ട് ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാ ഒരു എസ് കർവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാനൊന്ന് മാറി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ എന്താ പറയുക, ഈ ലൈൻസ് എല്ലാം പോകുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാ ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ഇമേജ് ലോഡ് ചെയ്തപ്പോഴത്തേനും ഇച്ചിരി ഹെവി ആയിട്ട് ഡാവിഞ്ചിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആദ്യത്തെ പ്ലേ ബാക്കിൽ ഒരു ചെറിയ പ്രശ്നം തോന്നിയേക്കാം, പക്ഷേ കുഴപ്പമില്ല. രണ്ടാമത്തെ പ്ലേ ബാക്കിൽ ശരിയാക്കുന്നതായിരിക്കും. കണ്ടില്ലേ? ഇനി ഇൻ കേസ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതാ ഈ എഡ്ജസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എഡ്ജസ് അതായത് മറ്റ് ഗ്രിഡിൻ്റെ എഡ്ജസ് കാണുന്ന രീതി വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. പ്രത്യേകിച്ച് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇതായതുകൊണ്ട് തന്നെ പുതിയൊരു ട്രാൻസ്ഫോം ആഡ് ചെയ്തിട്ട് പുതിയൊരു ട്രാൻസ്ഫോം ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് അത്യാവശ്യം സ്കെയിലിംഗ് അങ്ങ് നടത്തിയാൽ മതി. ഒരു 1.02 വല്ല അങ്ങനെ ഒരു സ്കെയിലിംഗ് അങ്ങ് നടത്തിയാൽ മതി കേട്ടോ. അല്ലാതെ ഫുള്ള് നമ്മൾ ആ ആനിമേഷൻ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പോകണ്ട. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാവുന്ന ഒരു ആനിമേഷനാണ്. ഓക്കെ, ഇതാ അപ്പോൾ നമുക്ക് ആ എഡ്ജ് വരുന്ന ആ ഒരു ഗ്രിഡ് അങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കീ ഫ്രെയിമോ ഒന്നും കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്യൂഷൻ പേജ് വരാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇതാ കണ്ടില്ലേ? അങ്ങനെ ആ വളരെ പ്രയാസമൊന്നും തോന്നാവുന്ന ആ ഒരു ആനിമേഷൻ നമ്മൾ ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. മോഷൻ ബ്ലർ കുറച്ച് ഹെവി ആയിരിക്കും. ഇത്ര ഇമേജൊക്കെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിരിക്കും. പ്ലേ ബാക്കിന് ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായെന്ന് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ട്രാൻസ്ഫോമിനാണ് മോഷൻ ബ്ലർ കൊടുക്കേണ്ടത്? സെൻറ്റർ ഗ്രിഡിൻ്റെ ട്രാൻസ്ഫോം ആനിമേഷൻ കൊടുത്തതിനൊക്കെയാണ് നമ്മൾ മോഷൻ ബ്ലർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ ഗ്രിഡിൻ്റെ ട്രാൻസ്ഫോം എടുക്കാം. സെറ്റിങ്സിനകത്ത് വരാം. മോഷൻ ബ്ലർ ഓൺ ആക്കാം. നമുക്ക് കുറച്ച് ക്വാളിറ്റി നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ളത് ഗ്രിഡിൻ്റെ ട്രാൻസ്ഫോമിനകത്ത് വരാം. സെറ്റിങ്സിനകത്ത് വരാം. മോഷൻ ബ്ലർ ഓപ്ഷൻ ഓൺ ആക്കാം. എന്നിട്ട് അത്യാവശ്യം ബ്ലർ കൊടുക്കാം. എന്നിട്ട് അടുത്തത് കൊടുക്കാം. സെലക്ട് ചെയ്യാം. സെറ്റിങ്സിനകത്ത് വരാം. മോഷൻ ബ്ലർ കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് പ്ലേ നോക്കാം. ഇപ്പോൾ ഞാനിപ്പോഴേ പറയുകയാണ് ഗൈസ്, വളരെ വളരെ ഹെവിയാണ്. എൻ്റെ കമ്പ്യൂട്ടർ ഒന്നും ഹാങ് ആവുന്നില്ലെങ്കിലും ഡാവിഞ്ചി എന്തായാലും ഗൈസ് ഇത്രയും വന്നപ്പോഴത്തേനും അങ്ങ് പ്ലേ ബാക്ക് വല്ലാത്ത പോലെയാണ് വരുന്നത് കേട്ടോ. ഗൈസ് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമേ റാമിലൊന്ന് നന്നായിട്ട് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്ത ശേഷമാണെങ്കിൽ നല്ല നൈസായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് പ്ലേ ചെയ്യാൻ വിടുക. എന്നിട്ട് ഒന്നും കൂടി ആ ഒരു ഭാഗം പ്ലേ ചെയ്യുക. അന്നേരം നമുക്ക് അറിയാം നല്ല സ്മൂത്തായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്ലേ ബാക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പല വഴികളുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മോഷൻ ബ്ലർ നമുക്ക് ഡിസബിൾ ചെയ്തിടാം. ഇവിടെ തന്നെ നമുക്ക് ആ വ്യൂവറിനകത്ത് തന്നെ താഴെയായിട്ട് മോഷൻ ബ്ലർ ഡിസബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഹൈ ക്വാളിറ്റി ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പം അതുവഴിയൊക്കെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാം കുറച്ചൊക്കെ. പിന്നെ അത്യാവശ്യം കുറച്ചും കൂടി ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേറെ പല വഴികളുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊന്നും ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നില്ല. അത് നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങൾ ഈ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എപ്പോഴും ഈ മോഷൻ ബ്ലർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഹെവി ആണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഇച്ചിരി പ്ലേ ബാക്ക് ഇഷ്യൂവിന് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പോംവഴി എന്ന് പറഞ്ഞാൽ ആ മോഷൻ ബ്ലർ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോയി മോഷൻ ബ്ലർ ഓഫ് ചെയ്യുന്നത് നല്ലത്. ഇവിടെ തന്നെ സെറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ടെമ്പററി ആയിട്ട് മോഷൻ ബ്ലർ ഡിസബിൾ ചെയ്തിടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഹൈ ക്വാളിറ്റിയും വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്തിടാവുന്നതാണ്.